നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ തൂഫാൻ വിജയകരമായി തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പിന്തുണ തന്നെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഓപ്പറേഷൻ തൂഫാന് ലഭിക്കുന്നുണ്ട്. കാരണം ലഹരിയുടെ വേര് അറുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സർക്കാരിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കുട്ടികളിലും അതുപോലെ തന്നെ നമ്മുടെ യുവാക്കളിലൊക്കെ ഈ ലഹരി വലിയ രീതിയിൽ എത്തുന്നതിനുള്ള ഒരു തടയിടുക, അല്ലെങ്കിൽ അത് പൂർണ്ണമായും നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന് മുന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയ രീതിയിൽ അവിടെ നടക്കുന്നുണ്ട്. ചെറുതും വലിയ അളവിലായിട്ട് പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾ ആളുകളുടെ കയ്യിൽ നിന്ന് പിടികൂടുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ വൻതോതിൽ MDMA-യുമായി കാസർഗോഡ് കുറച്ച് ആളുകൾ പിടിയിലായി. ആ പിടിയിലായിട്ടുള്ള ആളുകൾ ഭരണകക്ഷി നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണമായിട്ടാണ് ഇപ്പോൾ VK സനോജ് MLA വരുന്നത്. കേസിൽ പ്രതിയായിട്ടുള്ള മുഹമ്മദ് ഹുസൈൻ ടീം VD സതീശൻ എന്ന സോഷ്യൽ മീഡിയ പേജിന്റെ കോർഡിനേറ്റർ ആണെന്ന് VK സനോജ് ആരോപിക്കുന്നത്. ലീഡർ VD സതീശൻ എന്ന ഗ്രൂപ്പിന്റെ അഡ്മിനും സതീഷിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോകൾ സ്ഥിരമായി പങ്കുവെക്കുന്ന ആളുമാണ് ഇയാളെന്നും VK സനോജ് ആരോപിക്കുന്നു. ഞായറാഴ്ചയാണ് കാലിക്കടവിൽ നിന്നാണ് MDMA-യുമായി 3 പേർ പിടിയിലാകുന്നത്. 139.29 ഗ്രാം MDMA-യുമായി പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശികളായ PA അബ്ദുൽ സലാം, KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ബാസ് ഇവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഭീമമായ അളവ് മാരക ലഹരി വസ്തു ഇവരുടെ കയ്യിൽ എവിടെ നിന്ന് എങ്ങനെ ലഭിച്ചുവെന്ന് സംഘത്തിൽ ഇനിയും കൂടുതൽ ആൾക്കാരുണ്ടോ തുടങ്ങിയ അന്വേഷണം നടക്കുകയാണ്. ഇതിനിടെയാണ് ഇവർ ഭരണകക്ഷി നേതാക്കളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന ആരോപണം ഉയരുന്നത്. സതീശൻ സാറിന്റെ പിള്ളേരെ രമേശൻ സാറിന്റെ പോലീസ് കാസർഗോഡ് നിന്ന് MDMA-യുമായി പിടികൂടിയെന്ന ലേറ്റസ്റ്റ് വാർത്ത. പിടിയിലായവരിൽ ഒരാൾ സ്വന്തം സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ VD സതീഷിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് രേഖപ്പെടുത്തിയിരുന്ന ആളാണത്രേ. അതുമാത്രമല്ല, ലീഡർ VD സതീശൻ എന്ന ഗ്രൂപ്പിന്റെ അഡ്മിനും സതീഷിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോകൾ സ്ഥിരമായി പങ്കുവെക്കുന്ന ആളാണെന്ന വിവരങ്ങളും പുറത്തു വരുന്നു. ഇവർ ഒരുമിച്ചുള്ള വീഡിയോകളും പുറത്തു വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് VK സനോജ് MLA പങ്കുവെക്കുന്നത്. പിടിയിലായവരിൽ ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ചിത്രങ്ങൾ സ്വന്തം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്ന വിവരവും പുറത്തു വരുന്നു. അറിയേണ്ടത് ചില കാര്യങ്ങളാണ്. രമേശൻ സാറിന്റെ തൂഫാൻ പൊളിക്കാൻ സതീശൻ സാർ ഇറക്കി വിട്ടവരാണോ ഇവരെ? രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറം ഇവർക്ക് നേരത്തെ തന്നെ ഇത്തരം ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഇത്രയും അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളെ കുറിച്ച് VD സതീശന് ഒന്നും അറിയില്ലായിരുന്നോ? പോലീസ് പിടികൂടുന്നതിന് മുമ്പ് തന്നെ 2 ജില്ലകളിൽ ലഹരി വിതരണം ഇവർ നടത്തിയെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത് വെറുമൊരു ലഹരി കേസ് മാത്രമായി അവസാനിക്കേണ്ട വിഷയമല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന ലഹരി മാഫിയ സംഘത്തിന്റെ അടിവേരുകൾ പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് VK സനോജ് MLA പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ആൾക്കാരെ പിടികൂടി. ഇവർ മുഖ്യമന്ത്രിയുമായിട്ട് അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ ആളുകളാണ് എന്ന് പറയുന്നു. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഭരണകക്ഷിയുടെ ആളുകളായിട്ട് പോലും അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി നൽകുകയോ അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും കയറി ഒളിപ്പിക്കുകയോ അല്ല ചെയ്തിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി അദ്ദേഹം ഒരു പൊതുസ്ഥലത്ത് എത്തുമ്പോൾ എത്രയോ ആളുകൾ അദ്ദേഹവുമായിട്ട് ഫോട്ടോ എടുക്കാനും അദ്ദേഹവുമായി വീഡിയോ എടുക്കാറൊക്കെ തന്നെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ഏത് സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടമാണ്. ധൈര്യമായിട്ട് കയറി ചെല്ലാൻ. ഈ 10 വർഷക്കാലത്തോളം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് മുഖ്യമന്ത്രി അടുത്ത് പോലും ജനങ്ങൾക്ക് ചെല്ലാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ ദിവസവും എത്രത്തോളം ആളുകൾ വരുന്നുണ്ട്. അവരൊക്കെ വന്ന് അവരുടെ പരാതികൾ പറഞ്ഞു പോകുന്നു, അതൊക്കെ കേൾക്കുന്നു. അവർ ചിലപ്പോൾ ഫോട്ടോ എടുക്കുന്നുണ്ടാവും, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി വീഡിയോ ഇടുന്നുണ്ടാവും. പക്ഷെ അവർ പുറത്തിറങ്ങിയിട്ട് അവരെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ്, വലങ്കൈയാണ് എന്ന് പറയുന്നതിലൊക്കെ എന്തർത്ഥമാണുള്ളത്? ഇനി ഇവിടെ ഇവർ ഭരണകക്ഷിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ കൂടി അവരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിനുള്ളിലാക്കി തക്കതായിട്ടുള്ള അടുത്ത നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ അവര് ഭരണകക്ഷിയുടെ ആളാണെന്നോ അല്ലെങ്കിൽ VD സതീഷിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണോ എന്നൊന്നും അവിടെ നോക്കിയില്ല. അവിടെ ഈ പറയുന്ന ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചെന്നിത്തലയുടെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിനുള്ളിലാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴും പ്രശ്നം. ഇനിയിപ്പോൾ ഇവരെ പിടിക്കാതെ ഇവരെ വിട്ടുകഴിഞ്ഞാൽ അപ്പോഴും പറയും ഭരണകക്ഷിയുടെ ആളുകളായതുകൊണ്ട് ഇവരെ വെറുതെ വിട്ടു അല്ലെങ്കിൽ ഇവരെ പിടിച്ചില്ല എന്ന് പറയും. പിടിച്ചു കഴിഞ്ഞാലും പ്രശ്നം. ഏതായാലും ആ ഒരു പോസ്റ്റ് താഴെ വന്നിട്ടുള്ള കമന്റുകളിൽ ജനം കൃത്യമായിട്ട് തന്നെ VK സനോജ് MLA-ക്കുള്ള മറുപടി നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെയുള്ള കമന്റുകളൊന്ന് വായിച്ചു
നോക്കുകയാണെങ്കിൽ നല്ലത്. താഴെ വന്നിട്ടുള്ള ചില കമന്റ് ഞാൻ വായിക്കാം. മുഖ്യമന്ത്രിയുടെ അടുത്ത ആളായിട്ടും പോലീസ് ഒരു സംരക്ഷണവും നൽകിയില്ല, ഭരണം തുണച്ചില്ല. അതേസമയം പ്രതിഭ MLAയുടെ മകനെ പിടിച്ച പോലീസുകാരെ സ്ഥലം മാറ്റി, അന്വേഷണം അട്ടിമറിച്ച സനോജിന്റെ പാർട്ടിക്കാർ എത്ര കുലീനർ, പിണറായി കാലം. ഇതാണ് ഒരാൾ പങ്കുവച്ചിട്ടുള്ള കമന്റ്. അടുത്തൊരു കമന്റ്, അതാണ് UDF സർക്കാർ, ആരെയും സംരക്ഷിക്കില്ല. അല്ല, മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുക, നിങ്ങൾ സർക്കാരിന്റെ PR ആണോ? ഇത് സർക്കാരിന്റെ നേട്ടമല്ലേ? പിടിക്കണമല്ലോ, അതാണ് നിയമം. അതെ, എല്ലാവർക്കും ബാധകമാണ് ഒരുപോലെ, അല്ലാതെ AKG സെന്ററിൽ കയറ്റി ഒളിപ്പിക്കുകയല്ല ചെയ്തത്. മറ്റൊരു കമന്റ്, അതാണിടാ കമ്മിക്കുട്ട, നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പറയുന്നത്. പാർട്ടി നോക്കി പ്രതികളെ പിടിക്കാൻ പിണറായി അല്ല കേരളം ഭരിക്കുന്നത്, ടീം UDF. അടുത്തൊരു കമന്റ്, സംരക്ഷിക്കില്ല, AKG സെന്റർ പോലെയല്ല ഇന്ദിരാ ഭവൻ, കോൺഗ്രസ് ഭവൻ, എല്ലാവരും കോൺഗ്രസ് പിള്ളേരാണ് എന്നറിഞ്ഞിട്ടും അവരെ പിടിച്ചല്ലോ, അല്ലാതെ ഒളിപ്പിച്ചില്ലല്ലോ. അപ്പോൾ ആരാണ് നല്ലത് ചെയ്യുന്നത്? ഒളിപ്പിക്കുന്നവരാണോ പിടിക്കുന്നവരാണോ? പാർട്ടി ഗ്രാമത്തിലോ മുടക്കോഴി മലയിലോ ഒളിപ്പിച്ചില്ല, ബക്കറ്റ് പിരിവ് നടത്തി നിയമസഹായം ചെയ്തില്ല, കുറ്റം ചെയ്താൽ ജയിലിലടയ്ക്കും, സംരക്ഷിക്കില്ല. താങ്കളുടെ പോസ്റ്റ് VD സതീശൻ എന്ന മുഖ്യന്റെ നിഷ്പക്ഷതയെ ലോകത്തിന് അറിയിക്കാനേ ഉപകരിക്കും, നന്ദി. ഇതൊക്കെയാണ് കമന്റുകൾ. കൃത്യമായിട്ട് ജനം തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ഇവിടെ പിടിച്ചവരാ അല്ലെങ്കിൽ പിടിക്കാതിരിക്കുന്നതാണോ നല്ലത്? പിടിച്ചു കഴിഞ്ഞാലും പ്രശ്നം, പിടിച്ചില്ലെങ്കിലും പ്രശ്നം. ഏതായാലും ആ 3 പേരെ അദ്ദേഹം ഇനി ഭരണകക്ഷിയുടെ ആളുകളാണോ, ഈ പറഞ്ഞതുപോലെ VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റേഴ്സ് ആണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പോലീസ് കൃത്യമായി അന്വേഷിച്ചോളും. ഏതായാലും അവരെ ആദ്യത്തെ പടി എന്ന നിലയ്ക്ക് അവരെ MDMA കയ്യിൽ വെച്ചതിന് അവരെ അറസ്റ്റ് ചെയ്യുക ചെയ്തിട്ടുണ്ട്. അവരെ കൂടുതൽ ചോദ്യം ചെയ്യലായിട്ട് അടുത്ത നിയമ നടപടികളിലേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള പല കണ്ണുകടികളുമായിട്ട് പല പോസ്റ്റുകളും പല ആളുകളും രംഗത്ത് വരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പിടിച്ചിട്ടുള്ള സംഘത്തിലെ പ്രധാന കണ്ണിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസ് നേരത്തെ പിടിയിലായവരിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശി സൈനുൽ ആബിദിനെയും പെരുമ്പാവൂർ പോലീസ് പിടികൂടി ചന്ദേര പോലീസിന് കൈമാറിയത്. ചന്ദേര ഇൻസ്പെക്ടർ MB ഷിജു NDPS നിയമപ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തി ഹസ്ദുർഗ് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു. സൈനുൽ ആബിദിൻ ഭരണകക്ഷിയിലെ പ്രമുഖ പാർട്ടിയിലെ പ്രാദേശിക നേതാവിന്റെ സഹോദരനാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ വാഹന പരിശോധനയിലാണ് സംഘം വലയിലായത്. പെരുമ്പാവൂരിൽ നിന്ന് സ്വിഫ്റ്റ് കാറിൽ MDMAയുമായി കാസർഗോട്ടേക്ക് പുറപ്പെട്ട സംഘമാണ് ജില്ലാ അതിർത്തിയിൽ പിടിയിലായത്. സംഘത്തെയും യാത്ര ചെയ്ത കാറും ചന്ദേര പോലീസിന് കൈമാറി. ചന്ദേര SI മനു P ചെറിയാനും സംഘവും നടത്തിയ പരിശോധനയിൽ മൂവരും കൈവശം വെച്ചതും കാറിന്റെ ഡാഷ്ബോർഡിൽ നിന്ന് കണ്ടെടുത്തതും ഉൾപ്പെടെ 4 പൊതികളിലായി ഏകദേശം 139.29 ഗ്രാം മയക്കുമരുന്നുണ്ടെന്ന് കണക്കാക്കി. NDPS നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കിയ മൂവരെയും റിമാൻഡ് ചെയ്തു. ഇതിനിടയിലാണ് പ്രധാന കണ്ണിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും നല്ല കാര്യം. ഇനി കൂടുതൽ ആളുകളിലേക്കും ഇവരെ ചോദ്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നീളും. യാതൊരു തരത്തിലുള്ള ഏതെങ്കിലും പാർട്ടിയുമായി ബന്ധമുള്ള ആളാണോ ഒന്നുമില്ല. ഇവിടെ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പാർട്ടി നോക്കിയോ അല്ലെങ്കിൽ കൊടിയുടെ നിറം നോക്കിയോ ഒന്നും തന്നെ ഇവിടെ ആക്ഷൻ എടുത്തിരിക്കുന്നത്. കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, അവർ സമൂഹത്തിന് ആപത്താണ് എന്ന് മനസ്സിലായത് ഉടൻ തന്നെ അവരെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് കൈയടിക്കുന്നതിന് പകരം അവർ ഇന്ന ആളുടെ ആളാണ്, അവരുടെ ആളുടെ ആളാണ്, ഇവരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ MLA പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ നേരെ തിരിച്ച് അവരെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് പഴുതടച്ച അന്വേഷണം നടക്കുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള കുത്തിത്തിരിവുമായിട്ട് വരുന്നത് എന്നാണ് മനസ്സിലാകാത്തത്.